ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു പനീർ ബട്ടർ മസാലയാണ്. അപ്പം അതിനെല്ലാം ആവശ്യമായ സാധനങ്ങളാണ് എടുത്ത് വെച്ചേക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ആദ്യം സവാള, പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി ഇതെല്ലാം കൂടി സൺഫ്ലവർ ഓയിലിനകത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. നന്നായിട്ട് വഴറ്റി ഇത്തിരി കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നന്നായിട്ട് അത് വഴറ്റിയെടുക്കുക. വലിയ ബുധനാഴ്ച നോമ്പുള്ളൊരു ദിവസമായിരുന്നല്ലോ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ ഉപവാസമായിരുന്നു. അപ്പോൾ പിള്ളേരൊക്കെ കഴിക്കാൻ വേണ്ടി ഉണ്ടാക്കിയത്. അതിനകത്ത് കുറച്ച് കശുവണ്ടി ഇട്ടിട്ട് കശുവണ്ടിയും കൂടി നന്നായിട്ട് അതിനകത്തിട്ട് വഴറ്റാം. കശുവണ്ടി വേണമെങ്കിൽ വെള്ളത്തിൽ കുതിർത്തിയിട്ടും ഇടാം കേട്ടോ. കശുവണ്ടി നന്നായിട്ട് വഴറ്റി വരുമ്പോഴേക്കും മഞ്ഞൾപ്പൊടി ഇടണം. മഞ്ഞൾപ്പൊടി ഇട്ട് കഴിയുമ്പോൾ അതിനകത്ത് കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടെ അതിനിട്ടിട്ട് നന്നായിട്ട് വഴറ്റുക. കോൾഡ് വന്നേക്കണോണ്ട് ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ തനിയെ ആണ് പിടിച്ച് വീഡിയോ പിടിക്കണം, അതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കൂടി ഉണ്ടാവേ. അത് നന്നായിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി നന്നായിട്ട് വഴറ്റിയിട്ട് താറാവ് വെക്കുക. താറാവ് വെച്ചിട്ട് കഴിയുമ്പോൾ മിക്സിനകത്തിട്ട് അതൊന്ന് പേസ്റ്റാക്കി എടുക്കണം. കുറച്ച് വെള്ളം കൂടി അതിനകത്തേക്ക് ഒഴിച്ച് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കണേ. പിന്നെ ഇത് കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ഒരു പാത്രത്തിനകത്തേക്ക് ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ പാനിലിട്ട് ചൂടാക്കിയാലും മതി. പിന്നെ അതിന് ശേഷം ഒരു പാൻ എടുത്ത് അതിനകത്തേക്ക് ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമ്മൾ പനീർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. ആ പനീർ ഒന്ന് ചെറുതായിട്ടിട്ടൊന്ന് ലൈറ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ നിറം ആവണത് വരേക്കും ഒന്ന് ജസ്റ്റ് ഒന്ന് തിരിച്ച് മറിച്ചിട്ട് ഒന്ന് ആക്കിയെടുക്കാം. വേണമെങ്കിൽ അല്ലാതെ ഇടാം കേട്ടോ. ഇത് കുറച്ചും കൂടെ ടേസ്റ്റാണ്. അത് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആക്കി എടുക്കണം. അതിനകത്തേക്ക് പിന്നെ ആ പേസ്റ്റ് അതിനകത്തേക്ക് ഒഴിക്കുക. പേസ്റ്റ് ഒഴിച്ച് കഴിഞ്ഞ ശേഷം മിക്സി കഴുകിയ വെള്ളവും കൂടി കുറച്ച് അതിനകത്തേക്ക് ഒഴിക്കുക. ഇത് നന്നായിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കുക. ഇത് മോളാണ്, അവൾ അതിൻ്റെ ഇടയിൽ വന്നതാണ്. അവൾക്ക് പൊറോട്ട ചൂടാക്കാൻ വെച്ച് പിന്നെ അവൾക്ക് അത് പനീർ അതങ്ങനെ വെറുതെ കഴിക്കണമെന്ന് പറഞ്ഞാൽ എടുത്ത് കഴിച്ചൊന്നുമില്ല. അവൾക്ക് പാലിൻ്റെ ഐറ്റംസ് ഒന്നും ഇഷ്ടമല്ല. നാശിട്ടി അതിൻ്റെ ഇടക്ക് ഒന്ന് വന്ന് ടേസ്റ്റ് ചെയ്യാൻ വന്നതാണ്. അപ്പം ഞാൻ അവളെ കൊണ്ടൊന്ന് ഉപ്പ് നോക്കിച്ചായിരുന്നു. എനിക്ക് അറിയാൻ പറ്റില്ലല്ലോ, നോക്കാൻ ചിലപ്പോൾ അറിയാൻ പറ്റില്ല. കോൾഡൊക്കെ ഉണ്ട്. പിന്നെ കസൂരി മേത്തി അതിനകത്തേക്ക് കുറച്ചിട്ടിട്ട് അതൊന്ന് നന്നായിട്ട് ഒരുപാടിട്ട് തിളപ്പിക്കണ്ട. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ബട്ടർ ഇടണം. ബട്ടർ ആദ്യം ഇട്ടതാണ്, എന്നാലും കുറച്ചും കൂടി ഇടാം, ഇരിക്കട്ടെ. പിന്നെ ഒന്ന് ഇത്തിരി ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി മോൾക്ക് കൊടുത്തായിരുന്നു. അവളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി എന്താ പറയുന്നു. ടേസ്റ്റ് അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയും. അവൾക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ. പിന്നെ അതിനകത്തേക്ക് കുറച്ച് ഫ്രഷ് ക്രീമും കൂടി ഇട്ട് ഒന്ന് ആറി കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.